ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്ഥിരം ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്നേക്ക് പാർക്കിലോട്ട്. അങ്ങനെ മീനൊക്കെ കണ്ട് മതിയായതുകൊണ്ട് തന്നെ ഞാൻ അധികം നോക്കാനൊന്നുമില്ല, ഞാൻ വേഗം ഇറങ്ങി. അങ്ങനെ ഇവരിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്, അച്ഛനും മോനും ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട്. ഇച്ചുനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്നേക്ക് പാർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് വേറെ എന്തും എവിടെ പോകണം എന്ന് ചോദിക്കും ആദ്യം പറയുന്ന ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ, അച്ഛനാണെങ്കിൽ അവന് ഇങ്ങോട്ട് മാത്രമേ വരൂ. അച്ഛനും മോനും പിന്നെ ഒരു കെട്ടാണ്. പിന്നെ ദാ നമ്മുടെ മയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. നല്ല പീലിയുള്ള മയിലിനെ ഒന്നും അത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചുത ഓരോ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇവനിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇച്ചുവിന്. കാരണം അടുത്തത് ഇനി മുള്ളമ്പന്നിയാണെങ്കിൽ മുള്ളമ്പന്നിയാണ്, കുരങ്ങനാണ്, മുതലയാണെന്നുള്ളത് ഇവൻ മുമ്പേ തന്നെ നമ്മളോട് പറയാൻ വേണ്ടി തുടങ്ങി. അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി. അവിടെയാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അത് ഭയങ്കര സമാധാനം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ ക്രൗഡൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര സമാധാനമാണ്. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ തന്ന് നമ്മളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കിൽ പെട്ട് അവസാനം എങ്ങനെയൊക്കെയോ വീടെത്തിയിട്ടുണ്ട്.